ഹലോ, വെൽക്കം ടു ഇൻഡർ ക്ലാസ്സസ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ കെമിസ്ട്രിയിലെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എന്താണ് കീലേറ്റിംഗ് ലിഗാൻഡ്? ഓക്കെ, കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലിഗാൻഡാണ്, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റുമായിട്ട് കണക്റ്റ് ആവുന്നൊരു ലിഗാൻഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിചാരിക്കാം. FeCN6CH3 ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതിൽ ഈ കാണുന്നതാണ് കോർഡിനേഷൻ സ്ഫിയർ. സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് വെച്ചാണ് കോർഡിനേഷൻ സ്ഫിയർ. ഓക്കെ, FeCN6ന് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് വേണം. ഇതിനകത്ത് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് വെച്ചേക്കുന്നതാണ് കോർഡിനേഷൻ സ്ഫിയർ. അതിൻ്റെ അകത്ത് ആദ്യം വരുന്നതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന ആ സ്ക്വയർ ബോക്സിനകത്തുള്ളതാണ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ചില ലിഗാൻഡ്സ് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അങ്ങനെയുള്ള ലിഗാൻഡ്സ് വിളിക്കുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻഡ്. ഓക്കെ, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ചില ലിഗാൻഡ്സ് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അവരെ വിളിക്കുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻഡ്. അതിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത് ഈഥെയ്ൻ 1,2 ഡയമീൻ അല്ലെങ്കിൽ ഓക്സലേറ്റ് അയോൺ. ഇത്രേ ഉള്ളൂ. ചില ലിഗാൻഡ്സ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അവർ വിളിക്കുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻഡ്. ഇനി രണ്ടാമത്തത് ആംബിഡൻറ്റ് ലിഗാൻഡ്, ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലിഗാൻഡ്സ്, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ചില ലിഗാൻഡ്സിന് ഒന്നിൽ കൂടുതൽ കണക്ഷൻസിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റംസ് അവർക്ക് അവൈലബിൾ ആണ്. അതായത് ലിഗാൻഡ്സ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കും. അവർക്ക് ചിലർക്ക് ഒന്നായിരിക്കും, ചിലർക്ക് രണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് ഒന്നിൽ കൂടുതലുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇവർ ഒരു കണക്ഷൻ ഉണ്ടാക്കുകയുള്ളൂ. അതായത് ഇവർ മോണോഡെൻഡേറ്റ് ആണ്. മോണോഡെൻഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ ഇവർക്ക് ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റം ഉണ്ട്. അതായത് അവൈലബിലിറ്റി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഡോണർ ആറ്റം വഴി മാത്രമേ അവർ കണക്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. അതിന് എക്സാമ്പിൾസ് ഉണ്ട്, NO2- CNO-. വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ NO2- CNO- ഇതിന് എക്സാമ്പിളാണ്, മനസ്സിലാക്കാം. ഓക്കെ, മൂന്നാമത്തത് വെർണറിൻ്റെ കോർഡിനേഷൻ തിയറിയാണ്. ഓക്കെ, വെർണറിൻ്റെ കോർഡിനേഷൻ തിയറിയുടെ 4 പോസ്റ്റുലേറ്റ്സ്. വെർണറിൻ്റെ കോർഡിനേഷൻ തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെറ്റലിനും 2 ടൈപ്പ് വാലൻസി ഉണ്ട്. ഇത് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ചാപ്റ്ററിൽ ഉള്ളതായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി കോർഡിനേഷനോട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള മെറ്റൽസിന് എല്ലാവർക്കും 2 വാലൻസി ഉണ്ടാകും. ഒന്ന് പ്രൈമറി വാലൻസി, വേറൊന്ന് സെക്കൻഡറി വാലൻസി. ഇപ്പോൾ 2 വാലൻസി ഉണ്ട്, ഒരെണ്ണം പ്രൈമറി, ഒരെണ്ണം സെക്കൻഡറി. ഈ പ്രൈമറി വാലൻസിയാണ് നമ്മൾ അയോൺ ആവാനൊക്കെയായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് അയോണൈസബിൾ ആണ്. പ്രൈമറി വാലൻസി അയോണൈസബിൾ ആണ്, പക്ഷേ സെക്കൻഡറി വാലൻസി എന്തല്ല, അയോണൈസബിൾ അല്ല. മൂന്നാമത്തത് പ്രൈമറി വാലൻസി, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള വാലൻസി. ഇപ്പോൾ NaCl കാണുന്ന വാലൻസി. ഓക്കെ, ആ NaCl ഉള്ള വാലൻസി നമുക്ക് എന്തുപയോഗിച്ച് സാറ്റിസ്ഫൈ ചെയ്യാം? ഇപ്പോൾ എണ്ണയുടെ പോസിറ്റീവ് ചാർജ് ഇത് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് Clൻ്റെ നെഗറ്റീവ് ചാർജാണ്. ഇവിടെ എണ്ണയാണ് മെറ്റൽ. അപ്പോൾ പ്രൈമറി വാലൻസിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് നെഗറ്റീവ് അയോൺസ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ സെക്കൻഡറി വാലൻസി അങ്ങനെയല്ല. സെക്കൻഡറി വാലൻസിക്ക് നെഗറ്റീവും പറ്റും, ന്യൂട്രലും പറ്റും. ഓക്കെ, ഇത് ഓർത്തോളണം. സെക്കൻഡറി വാലൻസിക്ക് നെഗറ്റീവും പറ്റും, ന്യൂട്രലും പറ്റും. ഇനി പ്രൈമറി വാലൻസി നമുക്ക് ഓക്സിഡേഷൻ നമ്പർ തരും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ തരും. പക്ഷേ സെക്കൻഡറി വാലൻസി തരുന്നത് കോർഡിനേഷൻ നമ്പറാണ്. ഓക്കെ, സെക്കൻഡറി വാലൻസി തരുന്നത് കോർഡിനേഷൻ നമ്പറാണ്. ഇത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ ആ ചാപ്റ്ററിൽ ഇത്ര പഠിക്കാനുള്ളൂ, 3 ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ളൂ. അടുത്തത് നമ്മുടെ ആൽക്കഹോളിൻ്റെ ചാപ്റ്ററാണ്. ഹാലോ ആൽക്കെയിൻസിൻ്റെ ചാപ്റ്ററാണ്. ഹാലോ ആൽക്കെയിൻസിൻ്റെ ചാപ്റ്ററിൻ്റെ അകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നമുക്കൊരു ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലെന്തുകൊണ്ടാണ് തയണൈൽ ക്ലോറൈഡ് വെച്ചുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്? തയണൈൽ ക്ലോറൈഡിൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽക്കൈൽ ബ്രോമൈഡോ അല്ലെങ്കിൽ ക്ലോറൈഡോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമൈഡ് നമ്മളെടുത്തു, ക്ലോറൈഡ് അല്ല സോറി, ഇപ്പോൾ Br എടുത്തു വിചാരിക്കാം. ഓക്കെ, CH3Br എടുത്തു. CH3Brലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് തയണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തെന്നിരിക്കാം. നമ്മൾ അതിനകത്തേക്ക് തയണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തു.
തയനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ SOCl2 വരും. ഈ SOCl2 ആഡ് ചെയ്ത് കഴിയുമ്പോൾ SOCl2 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CH3Cl കിട്ടും. നമ്മളത് കിട്ടാനായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാനാണ് വന്നത്. CH3Cl ആണ് ആൽക്കൈൽ ക്ലോറൈഡ് ഉള്ളൊരു സാധനം. അതിൻ്റെ കൂടെ നമുക്ക് 2 ഗ്യാസ് കിട്ടും, SO2ഉം HCl. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ തയനൈൽ ക്ലോറൈഡ് വെച്ചുള്ള പ്രിപ്പറേഷൻ പ്രിഫർ ചെയ്യുന്നത്? ഇത്രേ ഉള്ളൂ സംഭവം. തയനൈൽ ക്ലോറൈഡ് വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 2 ബൈ പ്രൊഡക്റ്റ് ആയിട്ട് 2 ഗ്യാസ് കിട്ടും. ഈ 2 ഗ്യാസും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന 2 ഗ്യാസും എസ്കേപ്പ് ആയി പോകും. എസ്കേപ്പ് ആയി പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് പറയുക, പ്യുവർ ആയിട്ടുള്ള ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടുന്നത്. ഈ കാണുന്ന പ്യുവർ ആൽക്കൈൽ ക്ലോറൈഡ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ തയനൈൽ ക്ലോറൈഡ് ഉപയോഗിക്കാനുള്ള കാരണം. ഇത്രേ ഉള്ളൂ സംഭവം. ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് തയനൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്? വേറെ കുറേ ക്ലോറൈഡ് തന്നെ ഉപയോഗിക്കാനുള്ള കാരണം ഇത്രേ ഉള്ളൂ. തയനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും. മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 ആംബിഡൻ ന്യൂക്ലിയോഫൈൽസിൻ്റെ എക്സാമ്പിൾ. ആംബിഡൻ ന്യൂക്ലിയോഫൈൽ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ ന്യൂക്ലിയോഫൈലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആംബിഡൻ്റ് ആയിട്ടുള്ളതിനെ കുറിച്ചും പറഞ്ഞു, ആംബിഡൻ്റേറ്റിനെ കുറിച്ചും പറഞ്ഞായിരുന്നു. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 76ാമത്തെ ക്വസ്റ്റ്യനും 87ാമത്തെ ക്വസ്റ്റ്യനും ഏകദേശം ഒരുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. എൻ്റെ 2 എക്സാമ്പിളാണ് CN- NO2-. റിപ്പീറ്റ് ആണ് കേട്ടോ, CN- NO2-. പിന്നെ പഠിക്കാനുള്ളതാണ് ഗ്രിഗ്നാർഡ് റീജൻറ്റ്. ഗ്രിഗ്നാർഡ് റീജൻറ്റ് എന്ന് വെച്ചാൽ 88ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രിഗ്നാർഡ് റീജൻറ്റ് എന്ന് വെച്ചാൽ കാണാതെ പഠിക്കുക. അത് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ആണ്. RMgX അഥവാ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ആണ്. RMgX ആണ്, ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ആണ് ഗ്രിഗ്നാർഡ് റീജൻറ്റ്. RMgX കേട്ടോ. R എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൽ, Mg എന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം, X എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ. സോ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് നമ്മൾ മോയ്സ്ചറിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്നത്? മോയ്സ്ചർ അതിനകത്ത് ടച്ച് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണ്? കാരണം അത്രേ ഉള്ളൂ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മോയ്സ്ചറുമായിട്ട് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് അത് ഹൈഡ്രോ കാർബണായിട്ട് മാറും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മോയ്സ്ചറും കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ്രോ കാർബണായിട്ട് മാറും. അത്രേ ഉള്ളൂ. ഇത്ര മനസ്സിലാക്കുക. ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ഹൈഡ്രോ കാർബണും മിക്സ് ആയിട്ട് എന്തായിട്ട് മാറും? ഹൈഡ്രോ കാർബണായിട്ട് മാറും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് സാൻ മെയർ റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, പിന്നെ അതേപോലത്തെ നമുക്ക് 2 നോക്കാം.